ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ചെറിയൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ്. അപ്പോൾ ചെറിയ വ്ളോഗാണ്, അപ്പോൾ എല്ലാവരും കണ്ട് സഹകരിക്കുക. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്കൊക്കെ ചെയ്താലേ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലോട്ടൊക്കെ എത്തുള്ളൂ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു സപ്പോർട്ട് കൂടി നിങ്ങൾ ചെയ്യുക. പിന്നെ അറിഞ്ഞായിരുന്നല്ല കഴിഞ്ഞ നമ്മുടെ മെയിൻ ചാനലിൽ ഞാൻ വീഡിയോ ഞാനോട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു അപകടം പറ്റിയത്. അതിപ്പോഴേ ഇങ്ങനെ ആയിട്ടുണ്ട്. അത് കണ്ട ഇവിടെ ഇച്ചിരി നീരിങ്ങനെ നിൽപ്പുണ്ട്, ഇതായിട്ട് നിൽപ്പുണ്ട്. പിന്നെ അതായത് ഇവിടെ ഇപ്പോഴും ചെറിയൊരു തടിപ്പ് കാര്യങ്ങൾ കാണാം. അത് ചൈ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. കറക്റ്റായിട്ട് ഞാൻ ഈ ഫ്രണ്ട് ക്യാമിൽ എടുക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇപ്പം ചൈ ഇപ്പോൾ പുറത്തോട്ട് പോയി ഇങ്ങനെ ചൈക്ക് ഷെയ്ക്ക് അടിക്കണമെന്ന് പറഞ്ഞു. കാരണം എന്താണെന്നാ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതെ എടാ പഴം ഇത് ഇപ്പോൾ പഴം ഇപ്പോൾ ഇത്ര ആയിട്ടാ, തിന്ന് ഇത്ര ആയി. അപ്പുറത്തെ ആൻറ്റി ടീച്ചറിൻ്റെ നമ്മുടെ ഇവിടുത്തെ വാഴ കുലച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഴ കൊലച്ചപ്പോഴത്തേക്കും അത് പഴുത്തത് നമുക്ക് തന്നത് എടുത്ത് വെച്ചാൽ അപ്പോൾ ചേർന്ന് ഷെയ്ക്ക് അടിക്കാമെന്ന് പറയാം. അങ്ങനെ ഷെയ്ക്ക് അടിക്കാമെന്ന് വെച്ചാൽ കട്ടപ്പാൽ വാങ്ങാൻ വേണ്ടിയിട്ട് പോയേക്കണേന്. കിട്ടുമോ എനിക്കറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വിനോദേട്ടൻ്റെ കടയിൽ ചായക്കടയിൽ എന്തോ ഷീറ്റെന്തോ ഇതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചൊന്ന് റെഡിയാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ചെയ്യാൻ പോയേക്കണേന് ഇങ്ങോട്ട് വരും. പിന്നെ എല്ലാവരും പറയുന്നത് ഞാൻ ക്ഷീണിച്ച് പോലെ പോയത് വേറെ ഒന്നും കണ്ടല്ലെങ്കിൽ വീണപ്പോൾ മുഖത്തിന് ഒരു വ്യത്യാസം വന്നുകൊണ്ട് ഒരു ചടവ് വന്നുകൊണ്ട് തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊരു നീരിട്ട് ഇപ്പോഴും. പക്ഷെ ആദ്യത്തെ ദിവസം എനിക്ക് ചാവുമ്പോൾ അതിന് വേനയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇച്ചിരി ഇതായിട്ടുണ്ട്. എന്നാലും വായ ഇങ്ങനെ വൈകിട്ട് നമ്മൾ കോട്ടുവായൊക്കെ ഇടുമല്ലോ. കോട്ടുവായൊക്കെ ഇടുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വലിയണ പോലെയൊക്കെ ഉണ്ട്. പിന്നെ കണ്ണടക്കുമ്പോൾ ഇവിടെ വലിയും. അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എന്താ പറയുക വെച്ചാൽ ഇപ്പോൾ വരും. പിന്നെ അതുപോലെ തന്നെ ചോറൊന്ന് ഇതാണ് വെക്കണം. ചിക്കൻ കറിയാണ് വെക്കണത്. ചിക്കൻ കറി ഇവിടെ ആയി വന്നിട്ട് ഞാൻ കാണിച്ചു തരാവേ. നാടേ ചിക്കൻ കറി ഇവിടെ ആയി വരുന്നുണ്ട്. ഇന്ന് ഞാൻ വേറെ രീതിയിലാണ് വെച്ചപ്പോഴും ഉരുളക്കിഴങ്ങ് ഞാൻ പറയില്ല കിഴങ്ങിട്ടിട്ട് വെക്കണത് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക കിഴങ്ങിട്ടപ്പോഴും വെക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും നമുക്ക് വേറെ ഇങ്ങനെ വെക്കുക വെച്ചാൽ ഞാനിപ്പോൾ എപ്പോഴും ഒരു 3-4 ടൈപ്പിൽ വെക്കാറുണ്ട് കേട്ടോ. ചിക്കൻ എന്ന് വെച്ചാൽ നമുക്കൊരു മടുപ്പ് വരുന്നതല്ല. ഇപ്പോൾ ചിക്കൻ കറിയാണ് എപ്പോഴും നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിലും അയ്യോ കയ്യിൽ മാറിപ്പോയി. നോൺ സ്റ്റിക്കിൻ്റെ ശരിക്കും പറഞ്ഞാൽ മറ്റേയിലാണ് കേട്ടോ. മറ്റേ കയ്യിൽ ഇത് കോരിയിൽ കിട്ടാത്തതുകൊണ്ടാണ് ഞാനിതിട്ട് ഇളക്കിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അയ്യോ അങ്ങനെ കൂടിയില്ല. കറി കുറച്ച് വെള്ളം കൂടുതലുണ്ട്. എനിക്കൊന്നും വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല, എന്നിട്ടും അത്രയും വെള്ളം വന്നത് കണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരുമല്ലോ. അപ്പോൾ ഒത്തിരി വെള്ളം വന്നായിരുന്നു. അപ്പോൾ ഇനി അതിൽ കുറച്ചുകൂടി വറ്റണം. അപ്പോൾ എന്തായാലും മൂടി തുറന്ന് വെച്ചിട്ട് വേണം ഇനി വറ്റിക്കാൻ. അങ്ങനെ വയ്ക്കുമ്പോൾ ഇച്ചിരി അധികം ചാറ് വേണ്ട, കുറച്ച് ചാറ് ഇങ്ങനെ കുഴ പോലെ ഇരിക്കണം. അപ്പോൾ കുറച്ച് വറ്റട്ടേന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വെച്ചാണ്. ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് വറ്റട്ടേന്ന് വിചാരിച്ച് ഇനി ചിക്കൻ വറുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് അത് ചിക്കൻ വറുക്കാന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഒരു 3-4 ദിവസം മുമ്പാണ്. എപ്പോഴാണ് 3-4 ദിവസം ഒരു ചെറിയൊരു ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വറുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഇങ്ങനെയുള്ള പീസില്ലേ, ചിറക് കണ്ടില്ലേ, ചിറകിൻ്റെ പീസ്, പിന്നെ ഇങ്ങനത്തെ പീസ്, കഴുത്ത്, അങ്ങനെയൊക്കെ. അപ്പം എന്താ ഇത് കണ്ട ഇങ്ങനത്തെ പീസൊക്കെ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചായി കോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇച്ചായി പാൽ വാങ്ങാൻ വേണ്ടി. അപ്പം എന്നോട് ഗൂഗിൾ പേയിൽ കാച്ചിടാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഫോണൊന്ന് ചെറുതായിട്ടൊന്ന് കട്ടായി പോയത്. പിന്നെ അതേണ്ടത് ഇപ്പം ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലൊന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് ആവേശത്തോടെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വീഡിയോസൊക്കെ ഇടുന്നതൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. പറ്റുന്നതുപോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക വീഡിയോസ്. അപ്പം ഇത് എൻ്റെ ചാനലാണ്. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ ചാനലല്ല. ഇത് ഞാൻ കൊണ്ടുപോയി നടക്കണ എൻ്റെ രീതിയിലുള്ള കുറച്ചുള്ള അലമ്പത്തരം കാര്യങ്ങളൊക്കെ ഉള്ള ചാനലാണ്. പിന്നെ അതുപോലെ തന്നെ ഫൺ വീഡിയോസും ഇതിനകത്ത് ഇടാറുണ്ട്. വൈകുന്നേരം 6:30ക്കാണ് ഞാൻ ഇടാറ് ഫൺ വീഡിയോസ്, ഷോർട്ട് വീഡിയോസ്. അപ്പോൾ അതും കാണാൻ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വ്ളോഗ് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും. ചെറിയ എവിടെയെങ്കിലും പോകണതോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഡേ മൈ ലൈഫ് പോലെയുള്ള കാര്യങ്ങളെല്ലാം എന്തായാലും എൻ്റെ ചാനലിലും ഇങ്ങനെ ഉണ്ടാവും.
പിന്നെ എന്താണ്, പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. അപ്പോൾ നമ്മളില്ല കഴിഞ്ഞ ദിവസം കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് അതിൻ്റെ കഴുത്തും ഇതൊക്കെ ആയിട്ട് ഒരു 4-5 പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 നല്ല പീസ് മാറ്റി വെച്ചിട്ട് വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അത് മാറ്റി വെച്ച്. ഈ ചായ കഴിക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ലേ ഡയറ്റ് ആയതുകൊണ്ട് ഇനി കഴിക്കുമെന്ന്. അപ്പോൾ എരിവൊക്കെ ഇപ്പം ഇച്ചിരി കുറയ്ക്കുന്നുണ്ട്, എരിവ് മധുരം അത് അങ്ങനെയൊക്കെ കുറയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം തിന്നുന്നാവും എനിക്കറിയാൻ പാടില്ല. ഭയങ്കര ഡയറ്റിങ്ങിലാണ്. ഇതൊക്കെ എത്ര നാളത്തേക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ജിമ്മിലൊക്കെ പോകുന്നുണ്ട് ആൾ, മുടങ്ങാതെയൊക്കെ ജിമ്മിൽ പോകുന്നുണ്ട്. അതിന് മടി കാര്യങ്ങളൊന്നുമില്ല. അതിനൊക്കെ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഇടികൊള്ളണമല്ലോ. ഇടികൊള്ളാനുള്ള ആരോഗ്യവും എന്നെ തടുത്ത് വയ്ക്കാനുള്ള ഒരു ഇതും വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ജിമ്മിൽ പോകണതാണ് കേട്ടോ. ഇല്ല ചുമ്മാ പറഞ്ഞാണ് കേട്ടോ ഗൈസ്. മിച്ചായിക്ക് ഇപ്പോൾ ഇച്ചിരി വണ്ണം വെച്ചപ്പോഴത്തേക്കും അങ്ങനെ വണ്ണം കൂടി ഭയങ്കര കിട്ടും. അപ്പോഴത്തേക്കും ജിമ്മിൽ പോയാണ്. പിന്നെ ഫുട്ബോൾ കളിക്കാനുണ്ടല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു ഇതിൽ അവരങ്ങനെ മിച്ചായി അങ്ങനെ പോയതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ ആളെത്തും. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ തലയുടെ ഈ പ്രശ്നം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതെ ഇച്ചായി ഇതേ വന്നിട്ട് ഇച്ചായി ഇതേ ഞാൻ പറഞ്ഞില്ലേ കട്ടപ്പാൽ വാങ്ങാൻ വേണ്ടി എന്താ കിട്ടിയ കട്ടപ്പാൽ തന്നെയാണോ? അതെ ബൂസ്റ്റ് വാങ്ങിയിട്ടുണ്ട്, കട്ടപ്പാൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം സെറ്റ് ചെയ്ത് പുള്ളിക്കാരൻ എപ്പോൾ വേണം? ഇപ്പൊ തന്നെ ചോറുന്ന് ചിക്കൻ കറി കൂട്ടി ചോറുന്നിട്ടോ അതില്ലേ. അപ്പൊ എന്തായാലും ചായക്ക് എന്തായാലും കൊടുക്കണം. വൈകുന്നേരം കൊടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്ത് ഇട്ടേക്കണത്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ എൻ്റെ നെറ്റി ഒന്ന് കാണിച്ച് വെച്ചായി. ഞാൻ കാണിച്ചിട്ട് ശരിയാവണ്ടായിരുന്നില്ല. നോക്കിയേ ഒന്ന് കാണിക്ക് മുടിയൊക്കെ. എനിക്കറിയാൻ പാടില്ല കറക്റ്റ് സ്ഥലം. ഇവിടെ ചതഞ്ഞു പോയി തോന്നുന്നു. ഇവിടെ നിൽക്കുമ്പോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അമങ്ങിയിരിക്കണ പോലെ എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുമ്പോ. പിന്നെ അതായത് ഇവിടെയൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ, കരിവാളിപ്പൊക്കെ ഉണ്ട്. ഇവിടെ ചേച്ചി പറഞ്ഞാണ്, വിനോദേട്ടൻ പറഞ്ഞായിരുന്നു ഇവിടെയൊക്കെ നീലച്ച് കിടപ്പുണ്ട്. അപ്പൊ അതൊന്ന് എന്തായാലും കൊണ്ടുപോയി കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് പോകാൻ പറ്റില്ല, നാളെ എന്തായാലും ഒന്ന് പോയി നോക്കി. ഇച്ചായി ഇപ്പോഴാണ്ട് ശ്രദ്ധിച്ചത് മോന്ത മാറി. എല്ലാവരും ഈ കാഴ്ച കണ്ടോ? കറി വെച്ച ചിക്കനും മുഖത്ത് പാക്ക് കൂട്ടിയിരുന്നാൽ സൗന്ദര്യം വർദ്ധിക്കുമെന്ന് ആരോ പറഞ്ഞു. മറന്നു പോവാതിരിക്കാൻ എന്നെയാണ് ഈ കിടന്ന് പരീക്ഷിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പരീക്ഷിക്കൽ മാത്രമല്ല കേട്ടോ ഗൈസ്, പരീക്ഷിക്കൽ മാത്രമല്ല. എന്താണ് ഞങ്ങൾക്കൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ, ആ വീഡിയോക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇപ്പം ഈ ചാനലിൽ എൻ്റെ ഈ ചാനലിൽ ഇപ്പോൾ ഒരു വൈകുന്നേരം വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം അതിനകത്തൊരു ഭാഗത്ത് ഈ ചായക്ക് മുഖത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കേണ്ട സാഹചര്യം വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്ത് കൊടുത്തത്. ഇല്ലെങ്കിൽ ചായകളൊന്നും ചെയ്യാറില്ല കേട്ടോ, അത്രയൊന്നും ചെയ്യാറില്ല. അപ്പം ഈ ചായക്ക് അങ്ങനെ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏതായാലും അത്ര തേച്ച് ചെയ്യാം എന്നാ പിന്നെ അത് കുറച്ചേരം ഉണങ്ങി കഴിഞ്ഞിട്ട് അങ്ങനെ കഴുകുക. അപ്പം വേഗം കഴുകിക്കളയാൻ പോയി. അപ്പം നമ്മൾ എന്തിനാ കഴുകിക്കളയാം? അതെ എങ്ങനെയാണ് ചെയ്യും അവിടെ നിന്ന് വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കണ. അപ്പൊ ഇപ്പോഴും ഞാൻ പറഞ്ഞു വീഡിയോയില് ആ ചേച്ചി വന്നപ്പോ ഞാൻ പറഞ്ഞു വീഡിയോയിലും ഇതിലൊക്കെ മുഖത്ത് വെച്ചിട്ടുണ്ടാകാമല്ലോ. പിന്നെ ഇതിന് ആ ചേച്ചി മുമ്പില് പോയി നിൽക്കുന്നത് ഞാൻ ഈ കൊല്ലത്തിനാണ് തരുന്നത്. ചേച്ചി വേണ്ട ചേച്ചി തോന്നുന്നു ഞാൻ തോന്നുന്നു. ഞാനും അങ്ങനെയൊന്നും ഇതാക്കില്ലല്ലോ. ചെയ്തേ സുന്ദരനായിട്ടുണ്ട് അല്ലേ? വീഡിയോക്ക് വേണ്ടിയിട്ട് ആയതുകൊണ്ട് ക്ഷമിച്ച് അല്ലേ? ശരിപ്പത്തേക്ക് ഞങ്ങൾ കഴിക്കാൻ പോകണ്ട. കറിയൊക്കെ വെച്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ എന്താണ് കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കത്തെ ചിക്കൻ കറി നല്ല സൂപ്പർ ചിക്കൻ കറിയാണ് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ വറുത്തതും ഉണ്ട് കേട്ടോ. എല്ലാം കുഞ്ഞു കുഞ്ഞു പീസ് ഞാൻ പറഞ്ഞായിരുന്നു. കഴുത്ത് ചിറക് അങ്ങനെയുള്ള പീസുകളാണ്, അല്ലാതെ വലിയ സംഭവമൊന്നുമല്ല. കഴുത്തും ചിറകൊക്കെ 2 കുഴിയുടെ കഴുത്തും ചിറകുമാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചത്. അപ്പോൾ അത് പിന്നെ ചായക്ക് കഴുത്തും ചിറകൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ചായക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എന്താണ് നോക്കൂ ഗ്ലാമറായില്ലേ നേരത്തേനും കുറച്ച് വെട്ടമൊക്കെ വെച്ചിട്ടുണ്ട്, ഗ്ലാമറായിട്ടുണ്ട്. അപ്പോൾ ഈ ചായക്കുള്ളത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ചായക്ക് ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഒഴിക്കുന്നതാണ് ഈ ചായക്ക് ഇഷ്ടം അല്ലേ? ചായ കുഴച്ചടിച്ച് തിന്നാൻ പറ്റുള്ളൂ. എനിക്കിങ്ങനെ സൈഡിൽ നിന്നതാണ് ഇഷ്ടം. എനിക്ക് കരളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കരൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ചായക്ക് അത് കണ്ടുകൂടാ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉച്ചക്കുള്ള ഫുഡ് എന്തായാലും കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ എന്താണ് ഫുഡടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടോ. ഫുഡടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇനി എന്തായാലും ഞാൻ വെച്ച് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ ഉറങ്ങണില്ല കേട്ടോ, ഇച്ചായി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ഇച്ചായി ഇവിടെ വന്ന് കിടന്നപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇനി കുറച്ച് കഴിയുമ്പോൾ സുചേച്ചി വരും. സുചേച്ചിക്ക് വീഡിയോ 2-3 അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സുചേച്ചി വരും.
അപ്പോൾ ചേച്ചിക്ക് ഇന്ന് എന്തോ ഒരു ഫംഗ്ഷൻ എന്തോ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ. എന്തോ ആദരവോ അങ്ങനെ എന്തോ സംഭവം, ആദരവ് ചേച്ചിനെ ആദരിക്കുന്ന എന്തോ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചേച്ചി പോയേക്കണേന്. അപ്പോൾ എന്തായാലും പിന്നെ എനിക്ക് ഇതേ ഇപ്പോൾ എന്താ പറയുക, കുളിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു തല ഇങ്ങനെ കുനിഞ്ഞ് നിന്നതിൻ്റെ മുടി തല കഴുകുമല്ലോ, അപ്പം ഇങ്ങനെ കുനിഞ്ഞ് നിന്നപ്പോഴത്തേക്കും ആ ഒരു തലക്കൊരു ഇച്ചിരി ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നി. അല്ലെങ്കിൽ ആ തലക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ ജയ്? തലക്ക് ഇച്ചിരി പോയിരിക്കണല്ലോ, അപ്പം ഇച്ചിരി കൂടി കിളി മറന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ കറുത്തല്ല നീലപ്പാട് ഇതും അതൊക്കെ ഒന്ന് നാളെ എന്തായാലും കുറവില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോകുമെന്ന് വിചാരിച്ചിരിക്കണേണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇത്. അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ ഞാനിടുന്ന വീഡിയോസ് എല്ലാവരും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓളെന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ടാറ്റാ ബൈ ബൈ. ബൈ.